എൻ്റെ പേര് എമിൽഡ മേരി എന്നാണ്. ചിറ്റൂർ അമ്പാട്ടപാളയം ഇടവകയിൽ നിന്നാണ്. ഈ 15-ാം തീയതി ശനിയാഴ്ച ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു ചെറിയൊരു ചിട്ടിന്. അതിന് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അതുപോലെ വലിയ ഒരു പ്രാർത്ഥനയൊന്നും ഇല്ലാതെയാണ് ഞാൻ പോയത്. ഈ പ്രാവശ്യം പോകുമ്പോൾ എനിക്കത് കിട്ടണം. ഡിസംബറിൽ അത്യാവശ്യമുള്ളതാണ് മക്കൾക്ക്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു, വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. യെശയ്യാ 45:2 ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും നിനക്ക് ഞാൻ തരും. അത് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. അങ്ങനെ അറിയുന്ന വചനമെല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. 7 പേരുണ്ടായിരുന്നു. നറുക്കെടുത്തു. അത് എന്നെ കൊണ്ടാണ് അവർ എടുപ്പിച്ചത്. അത് എനിക്ക് കിട്ടി. അപ്പം അത് വലിയ അതിശയമാണ്. അവർ തന്നെ അതിശയിച്ചു, ഇത് ഭയങ്കര ലക്കായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം അതിനെല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് തമിഴാണ് ഞാൻ പഠിച്ചത്. മലയാളം എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയും. എന്നാലും ഈ വചനങ്ങൾ ഞാൻ തമിഴിൽ എഴുതും. എല്ലാ ദിവസവും വചനം പറ്റണത് എഴുതും, പറ്റണത് ഇങ്ങനെ പ്രാർത്ഥിക്കും വചനം വെച്ച്. അത് പ്രാർത്ഥിച്ചപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ ഫലം നൽകും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നറുക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു, വചനം വെച്ച് പ്രാർത്ഥിക്കും. 45-ാം അധ്യായം യെശയ്യാ 45:1-8 വരെ പറയണം. അത് ഒന്നാമത്തേത് പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഹല്ലേലൂയ. സൈറസിനോട് അങ്ങനെ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞത്. അത് 1-45, 1-8 വരെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ പൈസയ്ക്കും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നില്ല, അങ്ങനെയുള്ള മേഖല, സാമ്പത്തിക മേഖലയിലുള്ള തടസ്സം മാറുന്ന ഒരു വചനമാണ്. നിങ്ങൾ ചൊല്ലുമ്പോൾ 33 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അത് വലിയ മാറ്റം ഉണ്ടാകും. പുറപ്പാട് 14:14 നമുക്കെതിരെ എന്തെങ്കിലും കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടുവരാം. യെശയ്യാ 49, 24, 27, 29 അങ്ങനെ തന്നെ. നമ്മുടെ കുടുംബത്തിന് കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്ഥലത്തിന് കേസ് കൊടുക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വചനങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലതാ കാര്യം ഓർമ്മിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല, കാലത്തിൽ